നമസ്കാരം. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് വേദപുസ്തകത്തിലെ ജന്തുജാലങ്ങളാണ്. ആ ജന്തുജാലങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു പക്ഷിയാണ് മയിൽ. വിശുദ്ധ ബൈബിളിൽ മയിലിനെപ്പറ്റി പരാമർശമുണ്ട്. അത് 1 രാജാക്കന്മാരുടെ പുസ്തകം 10-ാം അധ്യായം 22-ാം വാചകത്തിലാണ്. തർസീസ് കപ്പലുകൾ 3 സംവത്സരത്തിലൊരിക്കൽ പൊന്ന്, വെള്ളി, ആനക്കൊമ്പ്, കുരങ്ങ്, മയിൽ എന്നിവ കൊണ്ടുവന്നു. ഇതാണ് ആ വാചകം. ശലോമോൻ രാജാവ് ഭൂമിയിലെ സകല രാജാക്കന്മാരിലും വെച്ച് ധനം കൊണ്ടും ജ്ഞാനം കൊണ്ടും മികച്ചവനായിരുന്നു. ശലോമോൻ രാജാവ് ഇസ്രായേലിൻ്റെ രാജാവാണ്. ദാവീദ് രാജാവിൻ്റെ മകൻ കൂടിയാണ്. ഇസ്രായേലിലെ 1-ാമത്തെ രാജാവ് ശൗൽ രാജാവാണ്. ശൗലിന് ശേഷം ദാവീദ് രാജാവ്. ദാവീദിനു ശേഷം ശലോമോൻ രാജാവായി. ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ദൈവത്തോട് ദാവീദ് രാജാവിൻ്റെ മകനായ ശലോമോൻ രാജാവ് ചോദിച്ചത്, എനിക്ക് ഈ ജനങ്ങളെ ഭരിക്കുവാനുള്ള ജ്ഞാനം തരണമെന്നാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹം ശലോമോനുണ്ടായി. അതുകൊണ്ട് ജ്ഞാനം നിറഞ്ഞവനായ രാജാവായിരുന്നു ശലോമോൻ. ശലോമോൻ രാജാവ് ഇറക്കുമതി ചെയ്ത വിലപിടിപ്പുള്ള വസ്തുക്കളോടൊപ്പമാണ് മയിലിനെ നമുക്കതിൽ കാണാൻ പറ്റുന്നത്. ഇതേ പരാമർശം ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നുണ്ട്. അത് 2 ദിനവൃത്താന്തം 9-ാം അധ്യായത്തിലാണ്. മയിൽ ഇസ്രായേൽ എന്ന രാജ്യത്ത് ഉണ്ടായിരുന്ന പക്ഷിയല്ല. മയിലിൻ്റെ അഴകാർന്ന രൂപവും കൗതുകകരമായ നൃത്തവും മൂലം ഒരു അലങ്കാരത്തിനു വേണ്ടി വളർത്തുന്നതിനായിരിക്കാം ശലോമോൻ രാജാവ് ഇവയെ ഇറക്കുമതി ചെയ്തത്. മയിൽപ്പീലിയും കൊട്ടാരത്തിൽ അലങ്കാരവേലയ്ക്കായി ഉപയോഗിച്ചിട്ടുണ്ട്. കൂടെ ആനക്കൊമ്പും ഉള്ളതിനാൽ മയിൽപ്പീലിയും ആനക്കൊമ്പും മയിലും ഒക്കെ ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോയിരിക്കാനാണ് കൂടുതൽ സാധ്യത. അതിനു കാരണം ഇന്ത്യയുമായി പുരാതന കാലം മുതലേ വാണിജ്യബന്ധം നിലനിന്നിരുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ. ആ വ്യാപാര ബന്ധത്തിൻ്റെ ഫലമായിട്ടാണ് ഇവിടെ നിന്നും അത് ശലോമോൻ ഇറക്കുമതി ചെയ്തത്. ഇത് വിശുദ്ധ ബൈബിളിൽ മയിലിനെപ്പറ്റി പ്രതിപാദിച്ചിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളുമായി പങ്കുവച്ചത്. വിശുദ്ധ ബൈബിളിൽ 1 രാജാക്കന്മാരുടെ പുസ്തകത്തിലും 2 ദിനവൃത്താന്തം 9-ാം അധ്യായത്തിലുമാണ് മയിലിനെപ്പറ്റിയുള്ള ഈ പരാമർശമുള്ളത്. ഇത് ഇത്രമാത്രം. നന്ദി, നമസ്കാരം.